യെസ് ഗൈസ്, നമ്മുടെ പുഷ്പവല്ലി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. കാണാം. ഒരു നിഴല് പോലെയാണ് വരുന്നത്. ഒട്ടും താല്പര്യമില്ലാന്ന് തോന്നുന്നു ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട്. അതെ, നമ്മൾ വന്നത് ഭയങ്കര നേരത്തെ ആയിപ്പോയി. യെസ്, പുഷ്പവല്ലി ചിരിച്ചുകൊണ്ടൊക്കെയാണ് വരുന്നത്, പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യില്ല ഗൈസ്. ഡോർ തുറക്കണോ? 2-3 തവണയായിട്ട് ഡോറിലിട്ട് പിടിക്കുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് കൊടുക്കും പാവം. പുഷ്പവല്ലി, ഹലോ. Hello everyone. Hello guys. Start പോയ ഇത്ര ഉള്ള നിന്റെ കോൺഫിഡൻസ്. Hello everyone, welcome back to my YouTube channel. Welcome back to my YouTube channel. നോണ പറയാൻ പഠിക്കുന്നേ. Hello everyone, welcome. So ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ച ഫ്രണ്ട്സ് പകുതി ആൾക്കാരും വന്നില്ല. കാരണം അനസിന്റെ പുവർ ടൈം മാനേജ്മെന്റ് കാരണം 4 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് 7:45 ആയപ്പോഴാണ് വന്നത്. അപ്പം ടൈം മാനേജ്മെന്റിനെ കുറിച്ച് ആരും സംസാരിക്കേണ്ടത്? പറ, ടൈം മാനേജ്മെന്റിനെ കുറിച്ച് നീ പറ. ഒരു സ്ഥലത്ത് നമ്മൾ 7 മണിക്ക് ചെല്ലണം എന്ന് പറഞ്ഞു. മിനിമം എന്തൊക്കെയാ ഒരു സ്ഥലത്ത് നമ്മൾ 7 മണിക്ക് ചെല്ലണം. അടുത്താൻ പറ, ഒരു സ്ഥലത്ത് ശരി നീ പറ, ഒരു സ്ഥലത്ത് 7 മണിക്ക് ചെല്ലണം എന്ന് പറഞ്ഞു. മിനിമം നമ്മൾ എത്ര സമയം വരെ ലേറ്റ് ആവും? നമുക്ക് അങ്ങനെ ലേറ്റ് എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ 6:55 നമ്മളവിടെ കാഷ്വൽ കാച്ചപ്പ് ആയിരുന്നു. ബേസിക്കലി ഒരു പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ടൈം ഫിക്സ് ചെയ്യണം. നീ ടൈം ഫിക്സ് ചെയ്തേ? ആദ്യം പറഞ്ഞു 4 മണിക്ക് ഇറങ്ങാം, പിന്നെ പറഞ്ഞ ആളെ ലോഗൌട്ട് ചെയ്യുമ്പോഴത്തേക്ക് 6. ഞാൻ പറഞ്ഞ സമയം 6:15. ഞാൻ പറഞ്ഞ സമയം 6:15. ഇങ്ങനെയൊന്നല്ല പ്ലാൻ ചെയ്യണം. ലൊക്കേഷൻ എവിടെ പോണം? അനസിന് നിന്ന് നിപ്പില് സ്ഥലം എവിടാന്ന് അറിയത്തില്ല, സ്ഥലം കൂടി നോക്കിക്കോണം. അനസിനറിയോ? അറിയോ? അവനറിയത്തില്ല, നിനക്കറിയാം? ഈ റെസ്റ്റോറന്റ് എവിടാന്ന് അറിയത്തില്ലല്ലോ. ഞാൻ മാപ്പിടാം. ഞാൻ പറഞ്ഞത് ഗൈസ്, എന്റെ പ്ലാൻ എന്ന് പറഞ്ഞാല് ഈ വ്ലോഗിൽ വരാൻ പോണത് അത് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞത് 6:15 ആകുമ്പോ ഞാനും റോഷനും ഫ്രീ ആവും. ഇവര് പറഞ്ഞു അനസ് 4 മണിക്ക് ഫ്രീ ആവും, ചിത്ര ആ സമയത്ത് ഫ്രീ ആവും. മറ്റേ അവർ രണ്ടും കൂടെ എന്റെ വീട്ടിൽ വരാം, അവിടെ നമുക്ക് പോവാം, റോഷനെ പിക്ക് ചെയ്യാം, പിന്നെ പ്രീജ അങ്ങോട്ട് വരും. അങ്ങനെയൊക്കെ പ്ലാനാ. 7 മണിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു 7 മണിന്ന് വെച്ചോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോഴും അനസ് നേരത്തെ വരുന്നുള്ളതായിരുന്നു എന്റെ ഐഡിയ. പക്ഷെ അനസ് എന്ത് ചെയ്തു? നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ അനസ് വേറൊരു ടീമുമായിട്ട് ഇതുപോലെ മീറ്റപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് അവരെയും കൊണ്ട് വിട്ടിട്ടാണ് ഇപ്പൊ വരുന്നത്. അതുകൊണ്ട് ലേറ്റ് ആയത്. എന്നെ കുഴപ്പമില്ല, ഇതൊക്കെ ഇങ്ങനെ നമ്മള് മറ്റേ ഓഫീസ് മീറ്റിങ്ങിനൊന്നും പോകുന്നതല്ലോ സത്യവാസ്. പക്ഷേ പ്രീജ അവിടെ വന്നിരിക്കുന്നുണ്ട്. പ്രീജയുടെ വായിരിക്കുന്ന തെറി മുഴുവനും നമ്മൾ കേൾക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. HR-ന്റെ സ്ഥിരം പരിപാടിയാണ് കേസ് ഇവിടെ കാണിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞ ഇഷ്ടംപോലെ പറഞ്ഞു, ഞാൻ കട്ട് ചെയ്തോളാം. അല്ല, പ്രീജ പറഞ്ഞാൽ പ്രീജ ഒരു സ്ഥലത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത്രയും ലേറ്റ് ആവത്തില്ല. പക്ഷെ ഇവന്റെ സ്ഥിരം എപ്പോഴത്തെ പോണെന്ന് പറഞ്ഞു, എപ്പോഴത്തെ പോണെന്ന് പറഞ്ഞു. വേണ്ട, ഇയാളെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു വേണ്ടേ? എനിവേ, ഹായ് ചിത്രം. നമ്മളെ വ്ലോഗില് കാണിച്ചിട്ടേ ഇല്ല. We start a crave, oh I pray the Lord to free me. പ്രീസനെ വണ്ടിയാണ് അവളെ പ്രീസനെ വിളിച്ചേ. ഹായ്. പ്രീസ കൊറേ നേരമായി വന്നിട്ട്. അറിയത്തില്ല കേട്ടോ, നമ്മുടെ തന്നെയാണോ? ഇതൊക്കെ ഇങ്ങനെ വരത്തില്ലല്ലോ അല്ലെ? ഇത് ഇതിനകത്ത് നോക്കിയത് സീറ്റ് നമ്പർ അങ്ങനെ വല്ലതും ഉണ്ടോ? സീറ്റ് നമ്പർ ബീച്ചിൽ പോയി
അപ്പൊ ഞാൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ ഫ്രണ്ട്സിനെ വിളിച്ചു, പക്ഷെ എല്ലാവർക്കും ഒന്നും വരാൻ പറ്റില്ല. സോ എവന്റെ സ്വഭാവം പിന്നെ നമ്മുടെ ക്രേസിയും ചിത്രയാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇത്രയും പേരെ കിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് ഇവരൊക്കെ എപ്പോഴാണ് എല്ലാവരും കൂടി ഒരുമിച്ചൊന്ന് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ ഒത്ത് ഒരു പുറത്തേക്ക് പോകുന്ന ഫുഡൊക്കെ അടിച്ച് കുറച്ച് ഫൺ കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചു പിരിയാണ്. അപ്പം അതായിരിക്കും ഫ്രണ്ട്ഷിപ്പായിട്ട് നമുക്കൊന്ന് ചില്ല് ചെയ്യാം. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. ഇതുപോലൊരു അലമ്പ് പരിപാടി എന്റെ കരിയറിൽ ഞാൻ എടുത്തിട്ടില്ല. പത്ത് മിനിറ്റ് പോസ്റ്റാൻ കാര്യം അനുസരിച്ച് പറയാം. തുപ്പണെങ്കിൽ തുപ്പിക്കോ. 6:30 ഇറങ്ങാൻ. നിങ്ങൾ ആരൊക്കെ ചേട്ടൻ വേറെ ചേച്ചിമാരെ കൊണ്ടുവിടാൻ പോയിട്ടേ ഉള്ളൂ. അതൊന്നല്ല വിഷയം. ഈ കിഴങ്ങൻ പറഞ്ഞിട്ടാണ് ഞാൻ 7 മണിക്ക് വന്നത്. ഒരു കിഴങ്ങനും ഇല്ല. അല്ലെങ്കിൽ ഞാൻ നേരത്തെ 6:30 വന്നു. ഗെയിംസ് കളിക്കാനാ ഞാൻ വന്നത്. ഗെയിംസ് പരിപാടിയാണ്. മനസ്സിലായില്ല. വീഡിയോ എടുക്കുന്നതിന് അധികം പറ്റാം. വെള്ളം തുപ്പിയ ജെറിൽ എത്ര കാലമായിട്ട് ഞങ്ങളെ ആരെയും വ്ളോഗിൽ കൊണ്ടുവന്നിട്ടില്ല. എന്നെയും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പ്രശ്നമാണ്. കുട്ടിക്ക് അകപ്രശ്നമാണ്. കുട്ടിയെ വ്ളോഗ് എടുക്കത്തില്ല. ഫ്രീസിനെ വീട്ടിൽ പോയാ വ്ളോഗ് എടുത്ത എന്നെ ഫ്യൂ സെക്കൻഡ്സ് മാത്രം എന്റെ ഒരു മുഖം ഇങ്ങനെ കാണിച്ചിട്ട് ഷർട്ട് എടുക്കാൻ എനിക്ക് ഫെയിം ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ വരാത്തത്. എനിക്ക് ഇവിടെ കുറച്ച് ബ്രൈറ്റ്നസ് കൊടുക്കണം. ഇവിടെ ലൈറ്റ് കുറച്ച് ലൈറ്റ് ഉണ്ട്. ഞാൻ ഈ നീല കളർ എല്ലാം നന്നായിട്ടാണ് പക്ഷെ അതൊരു മൂഡായിട്ടുണ്ട്. മൂഡാണ്. പോലെ ഒരു നമ്പിയെ കിട്ടിയത് നല്ലതാണ്. ഇതിങ്ങനെ വെറുതെ അടുക്കി വെച്ചാൽ നീ കളിച്ചിട്ടില്ലേ ജിങ്ക? ഇല്ല, ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. ഞാനും കണ്ടിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെഡിയിലൊക്കെ പോയി കളിക്കാറുണ്ട്. പെട്ടെന്ന് സമയമില്ല ഗൈസ്. വെക്കണം. പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് കണ്ണിന് ഇത്ര വൈബ്രന്റ് ആയെന്ന് മനസ്സിലായി. കുട്ടിയെ കളിപ്പിച്ച് ഇനി നമ്മൾ ഇതിന്ന് വീടാണ്ട് മേലോട്ട് എടുക്കാൻ പാടില്ല, താഴ്ന്ന് എടുക്കാൻ പാടില്ല. അതിന് ആദ്യമേ ഇങ്ങനെ എടുക്കാൻ പാടില്ല. താഴ്ന്ന് എടുക്കാൻ വീഴാൻ പാടില്ല. അതാ നല്ലത്. ആദ്യം എളുപ്പത്തിന്. ഓക്കെ, ഗെയിം സ്റ്റാർട്ട്സ് now. ഇനി എടുക്കാം. ഇങ്ങനെ പോവാം. തട്ട് ഇടുന്ന ആള് ഫെയിൽ ആണ്. ഒരു കൈയെ ഉപയോഗിക്കാവോ? ഒരു കൈയെ ഉപയോഗിക്കാവോ? ഞാൻ കാരണം ഇത് മറിഞ്ഞ് വീടാനുള്ളതിരിക്കുന്ന ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞത് കേട്ടോ വീട്. ഫ്രണ്ട്ഷിപ്പ് ഡേ ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് പറയുമ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പ് എന്റെ മനസ്സിൽ എപ്പോഴും ഓർമ്മ പറഞ്ഞിട്ട് വേണം ബാക്കി എന്റെ ചോദ്യം ചെയ്യാം. അവനെ വിളിച്ച് പറയാൻ. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ആയതെന്ന് പറയാം. പറയാൻ പറ്റില്ല, ഇവിടെ യുദ്ധം നടക്കും. എന്നാലും പറ, നീ പറ. ഞാൻ എന്നെ പറ്റി പറയാം. ശരി, ഇപ്പൊ എന്റെ അടുത്ത് വന്നാൽ എന്നെ കുറിച്ച് പറയാൻ നമ്മൾ അങ്ങനെ ഒരാളെ ഗൺ പോയിന്റിൽ നിർത്തുന്നത് ശരിയല്ലല്ലോ. പറഞ്ഞോ. യവന്റെ വീട്ടിൽ വെളിച്ചെണ്ണ വാങ്ങാൻ പോയെന്ന് പറഞ്ഞാൽ പോലും അവിടെ പെണ്ണിട്ട് നീ പറഞ്ഞോ.
ജെറിനെ പറ്റി പറയുകയാണെങ്കിൽ എന്നെ പറ്റി നമ്മൾ ഫ്രണ്ട്ഷിപ്പ് കുറിച്ച് പറഞ്ഞാൽ ഇത് ചുമ്മാ എന്നെ പുകഴ്ത്താണ്ട് പറയുന്നവരായിപ്പോ. പോസിറ്റീവ് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ആരും പുകഴ്ത്തുന്നില്ല. വാട്ട് ഇസ് ഫ്രണ്ട്ഷിപ്പ് ഫോർ യു? അത് പറ. കരയുണ്ടോ നീ പറഞ്ഞ? എക്സ്പ്രഷൻ മറ്റേ വാർത്ത വായിക്കുമ്പോൾ അപ്പുറത്തുള്ള ഊമ കാണിക്കില്ല. അത് ചിത്ര. അപ്പം പ്രീതി ചിത്ര ഒത്തിരി ടൈം എടുക്കുന്നതാണ്. ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പിലാണ് സാധനമാണ്. ഫ്രണ്ട്ഷിപ്പ് വലിയ സംഭവം മനസ്സിലായി. കാരണം നമ്മളടുത്ത് പ്ലാൻ ചെയ്തിട്ട് വേറെ ഫ്രണ്ട്സ് ഉണ്ട്, അതിന് വേറെ മീറ്റപ്പിന് പോയി, അവിടെ ലേറ്റ് ആയിട്ട് ഇവിടെ വന്നു. ഫ്രണ്ട്ഷിപ്പിന്റെ ഇത് അറിയാലോ. അതെ, എന്നാലും അലസാണ് ജെറിന്റെ കല്യാണത്തിന് ഏറ്റവും മുന്നിൽ നടന്ന് ഓടി നടന്ന് അത് അത് ഓളാണെന്ന് അറിയാം. ഓക്കെ, ഞാനൊരു കോളേജിൽ പഠിക്കുന്നവരെ വിചാരിച്ചിരുന്നത് ഞാൻ ഈ രണ്ടെണ്ണത്തിന് അലക്കായിരിക്കും പുറത്തുള്ളടേ. നീ ഇത് കാണുന്നില്ലേടേ? എന്റെ അക്കാഡമിക് ടൈമിൽ ഞാൻ വിചാരിച്ചത് നമ്മുടെ ക്ലാസ്മേറ്റ്സ്, നമ്മുടെ കൂടെ ഉള്ളവര്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ സർക്കിള് ഇതൊക്കെ ഭയങ്കര ഹെവി ആയിരിക്കും. ഈവൻ ഒരു മൂവിക്ക് പോയാലും നമ്മൾക്ക് ലൈക്ക് അവിടെ രണ്ടുപേരും നമ്മൾ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടാവും. ആ രീതിയിലൊരു ഭയങ്കര സർക്കിളായിരുന്നു നമുക്കുണ്ടാവും. പിന്നെ അത് പോകെ പോകെ ആ സർക്കിൾ ചുരുങ്ങി. ഡെയിലി വിളിച്ചുകൊണ്ടിരുന്നവരും ഡെയിലി കണ്ടുകൊണ്ടിരുന്നവരും പലരും ചുരുങ്ങി. ഈവൻ കോളേജിൽ തന്നെ നമ്മളൊക്കെ അത്രയും എന്താ പറയുക ഭയങ്കര ബെസ്റ്റായിട്ട് നടന്ന പലരും നമ്മളെപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാര്, അതെ, കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരെ പോലും നമുക്ക് കോണ്ടാക്ട്സ് കുറഞ്ഞു. പക്ഷെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പലരും നമുക്ക് ഹൈ കോണ്ടാക്ട് ആയിട്ട് വരികയും ചെയ്തു. നീ ഭയങ്കര അലമ്പാണ് കേട്ടാ. നീ ഒരു കാര്യം അപ്പൊ അത് നമുക്ക് എന്താ പറയാ ലൈക്ക് ഭയങ്കര എക്സാക്ട് നമ്മളൊരു 26 അല്ലെങ്കിൽ ഒരു 28 ലൈഫിൽ ഒരു 30 ആ ഏജിലാവുമ്പോഴത്തേക്ക് നമ്മൾ റിയലൈസ് ചെയ്യും നമ്മുടെ കൂടെ ഉള്ള ഫ്രണ്ട്സ് എത്ര കൂടെ ഉണ്ട്, എത്ര പേരുണ്ട്. ഇയാള് ചുമ്മാ ഇടണം. ഇതാണോ മുന്നേ ഉണ്ടായിരുന്ന ഒരുപാട് വരുന്നു, അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു ഭയങ്കര ലിമിറ്റ് ആവും. അത് 1-2 പേരിലേക്ക് ചുരുങ്ങി. അതിലുള്ള 1000 ആൾക്കാരുണ്ടാവും. അപ്പൊ അത് ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ വിളിച്ചില്ലെങ്കിലും നമ്മൾ മറക്കാതിരിക്കുക. നാളെ ഒരു പോയിന്റില് ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും വിളിച്ചില്ലെങ്കിലും ഇറ്റ്സ് സ്റ്റിൽ ദേർ. അതെ, അത് വെച്ച് കവർ ചെയ്യണ്ട. പക്ഷെ നമുക്കൊരു ഫ്രണ്ട്സ് പല രീതിയിലുണ്ടല്ലേ. ലൈക്ക് നമുക്കൊരു ഇമ്മീഡിയറ്റ്ലി നമുക്കൊരു എമർജൻസി കേസിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരാളെ വിളിക്കാൻ തോന്നുന്നു, ആ കോണ്ടാക്ട് ഉള്ളതാണ് നിങ്ങളെ റിയൽ ഫ്രണ്ട് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ജസ്റ്റ് നമ്മൾ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. മതി, ബാക്കി നിങ്ങൾ പറഞ്ഞു. പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. എന്നെ ഊക്കണ അതല്ല, എനിക്കും തന്നെ പറയാനുള്ളത്. ലൈഫിലേക്ക് പറഞ്ഞ പോലെ നമുക്കൊരു പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ എന്താണെങ്കിലും ആദ്യം മനസ്സിൽ വരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവും. ലൈക്ക് ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരുപാട് പേരുണ്ടാവും. ബട്ട് ഈ ട്രൂ ഫ്രണ്ട് എന്ന് പറയുന്നത് ലൈക്ക് നമുക്കൊരു പ്രശ്നം വരുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ആരാ നമ്മുടെ കൂടെ റിയൽ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് ബ്ലെസ്ഡ് ആണ് ഫ്രണ്ട്സിൽ. എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് ഇങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റില്ല, ബട്ട് അല്ല, ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യുന്നതിൽ ഏറ്റവും വലിയൊരിത് എൻ്റെ ഫ്രണ്ട്സാണ്. എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറും ഫ്രണ്ട്സ് തന്നെയാണ്. ലൈക്ക് എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ ലൈഫിൽ പല നല്ല ഓൾമോസ്റ്റ് കുറേ നല്ല മൊമെന്റ്സ് എൻ്റെ നല്ല ഫ്രണ്ട്സുമായിട്ടാണ്. സ്റ്റിൽ ഇപ്പോഴും എൻ്റെ സ്കൂൾ തൊട്ടുള്ള ക്ലോസ് ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ട്. സോ ഫ്രണ്ട്ഷിപ്പിന് ഞാൻ ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ആളാണ്. റിയലായിട്ട് കളിക്കുകയല്ലേ.
യെല്ലോ ഇത്രേ ഉള്ളൂ. അത് എന്തായിരുന്നു കളി? ഞാൻ മറന്നുപോയി. ഞാൻ മറന്നുപോയി. നമ്മൾ ഡൈസ് ഇട്ടിട്ട് ഓരോ ഓരോ ആൾക്കാര് ബാക്കി എവിടെ? ആളൊന്നും വേണ്ടേ? എല്ലോ വേണ്ട, നമ്മള് 3 പേരല്ലേ. ഓ ശരി ശരി. ഞാൻ റെഡ്. അപ്പൊ ഇവര് വേണ്ടേ? നമ്മള് 3 പേരുള്ളൂ. എല്ലോ രണ്ടെണ്ണേ ഉള്ളൂ. എല്ലാം ബാക്കിയോടെ എല്ലോ ഇന്ന് വേറെ. ആദ്യം ഒന്ന് കേട്ടു നീ ഈ യെല്ലോടെ ബാക്കിയുണ്ടോ? എന്താണ്ടൊക്കെ പറയുന്നത്. നിങ്ങൾ ആരെല്ലാം കണ്ടത്? ക്യാമറ വീഡിയോ ഒന്നോട് നോക്കട്ടെ. നിങ്ങൾക്ക് പെട്ടെന്ന് 6 വീണ് ഒറ്റടിക്കുക. ശരി, ഒരാൾ വേണ്ട. അവൻ നല്ല ഡിപ്ലോമാറ്റിക് നീ തീർന്നു. എനിക്കൊന്നും കൂടെ കളിക്കണ്ട. അതാ എവളന്മാര് പ്ലാൻ ചെയ്ത് വന്നിരിക്കുക. 4 എന്റെ വീട്ടിൽ ആരുമില്ല. 4 ഏതാ കേറി വെട്ടളിയാ. അല്ല ഇത് ഇതല്ലടാ, പേജിനെ വെട്ടത്തില്ല ഇടയ്ക്കല്ലേ. തീരെ വെട്ടില്ല. എന്താ 6 മന്ത്രം ഉണ്ട് കേട്ടോ. പൂജയ്ക്ക് മന്ത്രം. എനിക്കിനി 1, 2, 3, 4 വിനാലും ഇതൊന്നും കാണാൻ പറ്റില്ല. ഞാൻ അവിടെ സമയങ്ങൾ 1, 2, 3, 4 ഒരെണ്ണമെങ്കിലും അകത്ത് കയറ്റാൻ നോക്കിക്കൂടെ? ഞാൻ വെട്ടിയില്ല. അത് രണ്ടാമത് ആദ്യത്തെ ഞാനും നിന്നെ വെട്ടിയില്ല. രണ്ടാമത് വെട്ടാത്തത്. ആദ്യം നീ ചന്നം പിന്നെ വെട്ടി. അത് വേറെ ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചിത്ര, ഫ്രണ്ട്ഷിപ്പ് ഡേ കുറിച്ച് പറ. ഫ്രണ്ട്ഷിപ്പ് ഡേ ഞാൻ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയാം. എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. എനിക്കങ്ങനെ ഒരുപാട് ഭയങ്കര വലിയ അല്ല, എനിക്ക് വലിയ ഫ്രണ്ട്സ് ഓക്കെ. ഇതൊക്കെ കട്ട് ചെയ്യണം. ഇതൊക്കെ കട്ട് ചെയ്യണം. എനിക്കങ്ങനെ വലിയ അങ്ങനെ പിടിക്കണോ? വലിയ ഫ്രണ്ട്സ് സർക്കിൾ ഒന്നും അല്ല, വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. പക്ഷെ അതില് നല്ല നല്ല കുറച്ച് നിന്റെ ഒക്കെ പറഞ്ഞപ്പോ അങ്ങനെയൊക്കെ കേട്ടോണ്ടിരുന്നില്ലേ? അപ്പൊ എനിക്ക് ഇതേപോലെ സ്കൂളില് LKG തൊട്ടിട്ടുള്ള ഫ്രണ്ട്സും 1-2 പേരൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയ വലിയൊരു ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് തന്നെ എന്റെ ഭയങ്കര നല്ലൊരു ഫ്രണ്ട്. അത് പറയാം അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങള് ഫ്രണ്ട്സ് ആയിട്ടാണ് പിന്നെ കല്യാണം കഴിച്ചത്. അപ്പൊ അത് നമുക്ക് മാറ്റി വെക്കാം. എന്നാലും അങ്ങനെയല്ല. ആക്ച്വലി എനിക്ക് ഒരു നിസാനിൽ ഞാൻ വർക്ക് ചെയ്ത ടൈമിൽ 2018 ഞാനും ജെറിലും ശരിക്കും ഫ്രണ്ട്സ് ആവുന്നത്. ശരിക്കും ആ ഫ്രണ്ട്സ് അപ്പം ശരിക്കും ആ ഫ്രണ്ട്ഷിപ്പ് എന്നോ പൊളിഞ്ഞു പോകാനുള്ളതായിരുന്നു. കാരണം 2 പേരും പിന്നെ അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയാ പെർഫെക്റ്റ് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഒരുപാട് ഇംപെർഫെക്ഷൻസോട് കൂടി ഉള്ള ഫ്രണ്ട്ഷിപ്പാണ്.
അതിനെ ഞാൻ ഒരുപാട് വാല്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പം നോക്കുമ്പോൾ എനിക്ക് ജെറിലിന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണോ അവരൊക്കെ തന്നെ എന്റെ ഫ്രണ്ട്സ് ആവുന്നു. പ്രിയജ, അനസ്, ഇവരൊക്കെ ഞാൻ ജെറിലിന്റെ അതെ അതെ അതെ. അപ്പം അവരെയൊക്കെ ആയിട്ട് ഞാൻ ഫ്രണ്ട്സ് ആവുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യും കാര്യങ്ങളൊന്നും വേണ്ട. അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് അത് വേണം ഇത് വേണം അതൊന്നുമല്ല. നമുക്ക് എന്തും ഓപ്പൺ ആയിട്ട് പറയാനും. ഹൈദരാബാദിൽ നിന്ന് വന്നപ്പോ എന്നാ ഓഫ് കോഴ്സ് ഞാൻ ചോദിച്ചു, കാരണം എന്തെങ്കിലും കൊണ്ടുവരണ്ടേ അങ്ങനെയല്ല, ശരി പെട്ടെന്ന് കൊണ്ടുവരായിരുന്നു. അല്ല അങ്ങനത്തെ ഇപ്പൊ അതില്ലാന്ന് വെച്ചിട്ട് ജെറിലിന്റെ ഫ്രണ്ട് എല്ലാന്ന് ഞാൻ പറയില്ലല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും നമ്പർ ഓഫ് ഫ്രണ്ട്സ് ഇങ്ങനെ നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ വിചാരിക്കും ഒരുപാട് ഫ്രണ്ട്സ് വേണം അവരുടെ ഇടയിലൊക്കെ ഇരുന്ന് അങ്ങനെ. പക്ഷെ ഇപ്പൊ എന്ന് പറയുമ്പോ ഇത്ര നേരം ഞാൻ കളിപ്പാക്കി കളിക്കായിരുന്നു. എന്റെ കഴിഞ്ഞു. എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നമ്പർ ഓഫ് ഫ്രണ്ട്സിലല്ല ക്വാളിറ്റി ഓഫ് ഫ്രണ്ട്സിലാണ് ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നത്. അത് നമുക്ക് ഇരുന്ന് ഇതേപോലെ സംസാരിക്കാൻ പറ്റുന്ന ആണ് നമുക്ക് എപ്പോഴും ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഔട്ടിങ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ നിവർത്തിയുള്ളൂ, കാരണം രാത്രി 10 മണിയായി. സോ എല്ലാവർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. ഗുഡ് നൈറ്റ്. When we started to shine, we started crave. Oh, I pray Bye. Lord to free me. I've fallen for a day. I've been searching for the light that could just open my eyes. I know 6th floor right now. Please help me stay. വിശക്കുന്നുണ്ട്. മഗ്ഡി പോകാൻ ടൈം ഉണ്ടോ? മക്ഡൊണാൾഡ്സ് അല്ല എവിടെയെങ്കിലും പോവാ. നല്ല പൊറോട്ടയുടെ മണമല്ല ഇവിടെ കയറിയാലോ. പക്ഷേ വിശക്കുന്നുണ്ട് ഇപ്പഴും കേട്ടോ, സത്യം പറഞ്ഞാല്. ചിത്ര ഓർഡർ ചെയ്ത് ചെറിയ ബർഗർ ഫാറ്റ് പോയി. Keep my story so just my pride and tears. Bye. When we started to shine, we started crave. Oh, I pray the Lord to free me. I've fallen. ഓക്കെ മാൻ, ബൈ. ഡോറൊക്കെയുണ്ടല്ലോ.